ഇന്ത്യ മ്യാൻമർ അതിർത്തിയിൽ നിർണായക നീക്കം. ഭൂമി കൈമാറ്റത്തിന് ചർച്ചകൾ നടക്കുന്നു. മണിപ്പൂർ അതിർത്തിയിൽ വലിയ മാറ്റത്തിന് സാധ്യതയാണ് ഇവിടെ കണക്കാക്കുന്നത്. വടക്ക് കിഴക്കൻ ഇന്ത്യയുടെ സുരക്ഷാ ഭൂപടത്തിൽ തന്നെ വലിയ മാറ്റമാണ്, അല്ലെങ്കിൽ നിർണായക നീക്കത്തിനാണ് ഇപ്പോൾ വഴിവെച്ചിരിക്കുന്നത്. ഭാഗികമായി തന്നെ തുടരുന്ന അതിർത്തി തർക്കങ്ങൾ അവസാനിപ്പിക്കുന്നതിനായി തന്നെ ഇന്ത്യയും മ്യാൻമറും തമ്മിൽ ഭൂമി കൈമാറ്റം സംബന്ധിച്ച ചർച്ചകൾ നടക്കുകയാണ്. വിദേശകാര്യ മന്ത്രാലയം അതിർത്തിയിലെ തർക്ക മേഖലകൾ സംബന്ധിച്ചുകൊണ്ടുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് എന്ന് സ്ഥിരീകരിച്ചതോടെയാണ് വിഷയം ദേശീയ തലത്തിൽ ശ്രദ്ധ നേടുന്നത്. മണിപ്പൂർ അതിർത്തിയിലെ ചില തർക്ക മേഖലകൾ പരിഹരിക്കാൻ ഭൂമി വെച്ചുമാറുന്ന സാധ്യത ഇന്ത്യ പരിഗണിക്കുന്നുണ്ട് എന്ന റിപ്പോർട്ടുകളെ കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടിയായാണ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ ഇക്കാര്യത്തെക്കുറിച്ച് പ്രതികരിച്ചിരിക്കുന്നത്. ഭൂമി കൈമാറ്റം സംബന്ധിച്ച വിവരങ്ങൾ അദ്ദേഹം നേരിട്ട് സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതിർത്തി തർക്കങ്ങൾ പരിഹരിക്കാൻ ഇരു രാജ്യങ്ങളും ചർച്ച തുടരുന്നുണ്ട് എന്നതാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതുമാത്രമല്ല, അമേരിക്കൻ പ്രസിദ്ധീകരണമായ ദി ഡിപ്ലോമാറ്റ് പുറത്തുവിട്ട റിപ്പോർട്ട് അനുസരിച്ചുകൊണ്ട് മണിപ്പൂരിലെ ചന്ദൽ ജില്ലയിലാകട്ടെ അതിർത്തി തൂണുകൾ 65 മുതൽ 68 വരെയുള്ള ഭാഗമായാണ് പ്രധാന തർക്കം നിലനിൽക്കുന്നത്. ഏകദേശം 1.4 ചതുരശ്ര മൈൽ ഭൂമി പരസ്പരം കൈമാറുന്നതിലൂടെ തന്നെ 2.8 കിലോമീറ്റർ ദൂരം അല്ലെങ്കിൽ ദൈർഘ്യമുള്ള ഈ അതിർത്തി ഭാഗം ഔദ്യോഗികമായി തന്നെ അവിടെ നിർണയിക്കാൻ കഴിയുമെന്നതാണ് വിലയിരുത്തുന്നത്. മ്യാൻമറിലെ കബാബാലിക് സമീപമാകട്ടെ ഈ പ്രദേശം സ്ഥിതി ചെയ്യുന്നതും സുരക്ഷാ കാഴ്ചപ്പാടിൽ ഈ മേഖല അതീവ പ്രാധാന്യമുള്ളതാണ്. വർഷങ്ങളായി തന്നെ അവിടെ വിമത സംഘടനകളുടെ സഞ്ചാരപാതയും ആയുധക്കടത്ത് ഉൾപ്പെടെയുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങളുടെ വഴിയുമാണ് ഈ അതിർത്തി പ്രദേശം കണക്കാക്കപ്പെടുന്നത്. അതിർത്തിയിൽ അല്ലെങ്കിൽ അതിനാൽ തന്നെ അതിർത്തി വ്യക്തമായി തന്നെ നിർണയിക്കുന്നത് ഇന്ത്യയുടെ സുരക്ഷാ താല്പര്യങ്ങൾക്കും നിർണായകമാണ് എന്നതാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. മ്യാൻമർ സൈനിക ഭരണാധികാരി മീൻ ആങ് ആകട്ടെ ഇന്ത്യ സന്ദർശനത്തിനിടയിലൂടെ തന്നെ ഈ വിഷയം ചർച്ച ചെയ്തതായി തന്നെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. അതിർത്തിയിൽ നിർണായക നീക്കത്തോടൊപ്പം തന്നെ സുരക്ഷാ സഹകരണവും അതിർത്തി നിയന്ത്രണവും കൂടുതൽ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യവും ഈ ചർച്ചയ്ക്കുണ്ട് എന്നതാണ് സൂചന. അതേസമയം ഭൂമി കൈമാറ്റം സംബന്ധിച്ച ഇന്ത്യയോ മ്യാൻമറോ ഇതുവരെയും ഔദ്യോഗികമായി ഒന്നും തന്നെ പ്രതികരിച്ചിട്ടില്ല. മാത്രമല്ല, ചർച്ചകൾ തുടരുകയാണ് എന്നും അന്തിമ തീരുമാനം വന്നിട്ടില്ല എന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ചർച്ചകൾ വിജയത്തിലാകുകയാണ് എങ്കിൽ ഇന്ത്യ മ്യാൻമാർ അതിർത്തിയിലെ പതിറ്റാണ്ടുകളായുള്ള തർക്കങ്ങൾ പരിഹരിക്കപ്പെടുമെന്ന് തന്നെയാണ് വിശ്വസിക്കപ്പെടുന്നത്. 1967 ഉഭയകക്ഷി കരാർ പ്രകാരമാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നിലവിലെ അതിർത്തി അവിടെ നിർവചിച്ചിരിക്കുന്നത്. 1643 കിലോമീറ്റർ നീളമുള്ള അന്താരാഷ്ട്ര അതിർത്തിയായാണ് ഇന്ത്യയും മ്യാൻമറും പങ്കിടുന്നതും. ഇതിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും അവിടെ പർവ്വത നിരകളും വനങ്ങളുമാണ്. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം തന്നെ ഏകദേശം 1472 കിലോമീറ്റർ അതിർത്തിയാണ് കല്ലുകൾ സ്ഥാപിച്ചുകൊണ്ട് തിരിച്ചിട്ടുള്ളത്. ഏകദേശം 171 കിലോമീറ്റർ ഭാഗം ഇനിയും കൃത്യമായി തന്നെ അടയാളപ്പെടുത്തിയിട്ടില്ല. ഇതിൽ കൂടുതലും അരുണാചൽ പ്രദേശിലെ ലോഹിത് സെക്ടറിലും മണിപ്പൂരിലെ ഖൗബൈ താഴ്വരയിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. അതിർത്തിയിലെ തർക്കങ്ങൾക്കുള്ള ആ ഭാഗങ്ങൾ വേർതിരിക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കുക എന്നതാണ് ഭൂപ്രദേശം കൈമാറുന്നതിനുള്ള പ്രധാന കാരണമായി തന്നെ ഇവർ വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല, ഇതോടൊപ്പം തന്നെ ഇവിടങ്ങളിൽ അനധികൃതമായി തന്നെ കുടിയേറ്റവും ലഹരിക്കടത്ത് ഉൾപ്പെടെയുള്ള അതിർത്തി കടന്നുള്ള കുറ്റകൃത്യങ്ങളും നിയന്ത്രിക്കാനുമാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. ഇതിലൂടെ തന്നെ അതിർത്തിയിൽ പൂർണ്ണമായും തന്നെ വേലി കെട്ടാനുള്ള നടപടികൾ സുഗമമാക്കുകയും ചെയ്യും. 1643 കിലോമീറ്റർ വരുന്ന മുഴുവൻ അന്താരാഷ്ട്ര അതിർത്തിയിലും വേലി നിർമ്മിക്കുമെന്നും 2018 മുതൽ തന്നെ നിലവിലുണ്ടായിരുന്ന സ്വതന്ത്ര സഞ്ചാര സംവിധാനം റദ്ദാക്കുമെന്നും ഇന്ത്യ 2024 പ്രഖ്യാപിച്ചിരുന്നു. അതിർത്തിക്ക് സമീപം താമസിക്കുന്ന ഗോത്ര വിഭാഗക്കാർക്ക് വിസയോ യാത്രാരേഖകളോ ഇല്ലാതെ തന്നെ ഇരു രാജ്യങ്ങളുടെയും ഉള്ളിലേക്ക് 16 കിലോമീറ്റർ വരെ സഞ്ചരിക്കാൻ അനുവാദമുള്ളായിരുന്നു, അല്ലെങ്കിൽ അത്തരത്തിലൊരു സംവിധാനം ഉണ്ടായിരുന്നു. അതുമാത്രമല്ല, 2015 ബംഗ്ലാദേശുമായി നടത്തിയ ഭൂമി കയ്യേറ്റ കരാറിന് സമാനമായ നീക്കമാണ് ഇപ്പോഴും പരിഗണിക്കുന്നതെന്നും അതേസമയം ഭൂമി കൈമാറ്റ നീക്കത്തിനെതിരെ മണിപ്പൂരിൽ ശക്തമായ പ്രതിഷേധവും ഉയരുന്നുണ്ട്. ഇതിനിടയിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു നീക്കം, വളരെ ശക്തമായ ഒരു നീക്കം ഇപ്പോൾ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.